വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്നൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കറണ്ട് അഫയർ ക്ലാസ് തന്നെയായിരിക്കും ഇത്. കാരണം ഇതിന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായും ഇത് വരുന്ന പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഒന്നുകൊണ്ടും ഈ ക്ലാസ് മിസ്സാക്കരുത്, തീർച്ചയായും ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? അപ്പൊ മിക്കവാറും നിങ്ങൾ അറിയായിരിക്കും, അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കാം. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ചോദ്യം 1 കഴിഞ്ഞു. രണ്ടാമത് നോക്കാം, ഭാരത സർക്കാർ 2024 ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയ ഭാഷകൾ ഏതെല്ലാമാണ്? എന്നതിന് ഭാരത സർക്കാർ 2024 ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയ ഭാഷകൾ ഏതൊക്കെയാണ് ഭാഷകൾ? ഓർക്കാം, ബംഗാളി, ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത്. ഏതൊക്കെയാണ്? ബംഗാളി, ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത് മുതലായ ഭാഷകൾക്കാണ് ഭാരത സർക്കാർ 2024 ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയത്. അതിന് അടുത്ത് നോക്കാം, അടുത്ത ചോദ്യം, കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് പുതിയ പേര്? കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് പുതിയ പേര് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, വിജയ് ദുർഗ. അപ്പൊ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ പഴയകാല പേര് ഏതാണ്? ഫോർട്ട് വില്യം ആണ്. അപ്പൊ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ പഴയകാല പേര് ഫോർട്ട് വില്യം ആണ്. എന്നാൽ ഇതിപ്പം നാമകരണം, അതിന്റെ പുതിയ നാമകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിജയ് ദുർഗ ആണ്. അപ്പൊ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ പുതിയ പേര് ഏതാണ്? വിജയ് ദുർഗ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് പേരെന്താണ്? അപ്പൊ അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ്? ജെയിംസ് ഡേവിഡ് വാൻസ് ആണ്. ജെയിംസ് ഡേവിഡ് വാൻസ് ആണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ്. അപ്പൊ നാലാമത്തെ ചോദ്യം നോക്കാം, ISRO ബഹിരാകാശത്ത് മുളപ്പിച്ച ഏത് ചെടിയുടെ വിത്താണ്? ISRO ബഹിരാകാശത്ത് മുളപ്പിച്ചത് ഏത് ചെടിയുടെ വിത്താണ്? ഉത്തരം വൻപയർ ആണ്. ഈ പയർ വർഗത്തിൽപ്പെട്ട ചെടിയുടെ വിത്താണ് ISRO ബഹിരാകാശത്ത് മുളപ്പിച്ചത്. അപ്പൊ നമ്മളിപ്പോ 4 ക്വസ്റ്റ്യൻസ് നോക്കി. ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയത് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് ചോദിച്ചത് 2024 ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ഭാഷ ലഭിച്ച 2024 ആ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത് മുതലായ ഭാഷകൾക്കാണ് 2024 ക്ലാസിക്കൽ ഭാഷാ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ്? അല്ലെ, അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ്? ജെയിംസ് ഡേവിഡ് വാൻസ്. ജെയിംസ് ഡേവിഡ് വാൻസ് ആണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റത്. അടുത്ത ചോദ്യം നോക്കിയേ, ISRO ബഹിരാകാശത്ത് ഏത് ചെടിയുടെ വിത്താണ് മുളപ്പിച്ചത്? ബഹിരാകാശത്ത് ISRO മുളപ്പിച്ച ഏത് ചെടിയുടെ വിത്താണ്? പയറിന്റെ വിത്താണ് ISRO ബഹിരാകാശത്ത് മുളപ്പിച്ചത്. അടുത്ത നോക്കാം, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായൺ ആണ് ISROയുടെ പുതിയ ചെയർമാൻ. ഡോക്ടർ വി നാരായൺ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇതാണ് 2024 ഫെബ്രുവരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് നടന്നത്? പാരീസിലാണ് കേട്ടോ. 2025 ഫെബ്രുവരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് പാരീസിലാണ്. ഇനി നോക്കാം, നൃത്തരംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പൊ നൃത്തരംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏത് കലാരൂപമാണ്? കഥക്കാണ് കേട്ടോ. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? കഥക്കാണ്. അടുത്ത് നോക്കാം, കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് പുതിയ പേരെന്താണ്? അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത്. കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനത്തിന്റെ പുതിയ പേരാണ് എന്താണ്? വിജയ് ദുർഗ ആണ്. എന്നാൽ അതിന്റെ പഴയ നാമം എന്ന് പറയുന്നത് ഫോർട്ട് വില്യം ആണ്. അപ്പൊ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനത്തിന്റെ പുതിയ പേരെന്താണ്? വിജയ് ദുർഗ ആണ്. ഇനി മനസ്സിലാക്കേണ്ട അടുത്ത ചോദ്യം ഇതാണ്, രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയ ഫയർഫോഴ്സ് ഏത് സംസ്ഥാനത്തെയാണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം, രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയ ഫയർഫോഴ്സ് ഏത് സംസ്ഥാനത്തെയാണ്? അപ്പൊ ഏത് സംസ്ഥാനത്തെയാണ്? ഉത്തരം കേരളമാണ് കേട്ടോ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയ ഇന്ത്യയിലെ ഏത് ഫയർഫോഴ്സ് ഏത് സംസ്ഥാനം? ഫയർഫോഴ്സ് ആണ് ഈ രാജ്യത്തെ
ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയത്? ആ ഫയർഫോഴ്സിന്റെ ഏത് സംസ്ഥാനത്തെ ഫയർഫോഴ്സ് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? കേരളമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്? എന്താണ്? ISRO പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ പഠിച്ചു. അടുത്ത 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസിലാണ്, മനസ്സിലാക്കി. ഇനി നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായതാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. അദ്ദേഹം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനത്തിന്റെ പുതിയ പേരെന്താണ്? വിജയദുർഗാണ്. എന്നാൽ പഴയ പേരേതാണ്? ഫോർട്ട് വില്യം ആണ് കേട്ടോ. അടുത്തത് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയ ഫയർഫോഴ്സ് ഏത് സംസ്ഥാനത്തിന്? രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയ ഫയർഫോഴ്സ് ഏത് സംസ്ഥാനത്തിന്റെയാണ്? കേരളത്തിനാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇത്രയും ചോദ്യത്തിന്റെ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലേ? അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? എന്താണ്? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ ഇന്ത്യയുടെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? സമുദ്രയാൻ. അപ്പൊ സമുദ്രയാൻ എന്ന് പറയുന്ന പദ്ധതിയാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുന്നതാണ് സമുദ്രയാൻ. അടുത്ത് മനസ്സിലാക്കേണ്ടത് 97 ഓസ്കാർ പുരസ്കാരങ്ങൾ മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങളുടെ പുരസ്കാരം നേടിയതാണ്. അപ്പൊ 97 ഓസ്കാർ പുരസ്കാരങ്ങളില് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിലുള്ള പുരസ്കാരം നേടിയത് ഏതാണ്? ചോദ്യം ഇതാണെങ്കിൽ ഉത്തരം ഇതാണ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ആണ് ചിത്രത്തിന്റെ പേര്. ഐ ആം സ്റ്റിൽ ഹിയർ എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. എന്നാൽ 97 ഓസ്കാർ പുരസ്കാരങ്ങൾ വെച്ച് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിന് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. അത് ഡയറക്ട് ചെയ്തത് വാൾട്ടർ സെയിൽസ് ആണ്. വാൾട്ടർ സെയിൽസിന്റെ ഡയറക്ഷനിലുള്ള സിനിമയാണ് ഐ ആം സ്റ്റിൽ ഹിയർ. അതിന് 97 ഓസ്കാർ പുരസ്കാര വേളയില് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ചിത്രത്തിന്റെ പേര്. ഡയറക്ടർ ആരാണ്? വാൾട്ടർ സെയിൽസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലാണ് കേട്ടോ. രാജ്യത്തെ അതായത് കേരളത്തിലെ തിരുവനന്തപുരത്താണ് രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഇനി ഇന്ത്യ ഏത് ലോക കായികമേളയുടെ വിജയത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി? എന്താണ്? ഇന്ത്യ ഏത് ലോക കായിക മേളയുടെ വിജയത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി? ഏതായിരിക്കാം? ഉത്തരം ഹോക്കി ലോകകപ്പ് കേട്ടോ. മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി ലോകകപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ ഏത് ലോക കായിക മേളയിലാണ്? ഹോക്കി ലോകകപ്പില് അതിന്റെ വിജയവുമായി ബന്ധപ്പെട്ട 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് പോകാം. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് രൂപം നൽകിയ ഫയർഫോഴ്സ് ഏത് സംസ്ഥാനത്തിനാണെന്ന് മനസ്സിലാക്കി? കേരളത്തിനാണ് മനസ്സിലാക്കി അല്ലെ. ഇനി സമുദ്രത്തെ അടുത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി അറിയപ്പെടുന്നത് സമുദ്രയാൻ. അടുത്ത ചോദ്യം എന്തായിരുന്നു? 97ാം ഓസ്കാർ പുരസ്കാര വേളയില് മികച്ച വിദേശ ഭാഷ ചിത്രത്തിന് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഡയറക്ഷൻ ആരാണ്? വാൾട്ടർ സെയിൽസ് ആണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ് രാജ്യത്തെ ആദ്യത്തെ PSC മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ഏത് ലോകകപ്പ് കായികമേളയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് വിജയത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് എന്താണ് ഒരു പുസ്തകം പുറത്തിറക്കിയത്? മാർച്ച് ഓഫ് ഗ്ലോറി. ഏത് ലോക കായികമേളയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യ ആ പുസ്തകം പുറത്തിറക്കിയത്? അതെ, ഹോക്കി ലോകകപ്പ് അല്ലെ. ഹോക്കി ലോകകപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ 50ാം വർഷം അതിന്റെ വിജയത്തിന്റെ ഹോക്കി ലോക വിജയത്തിന്റെ 50ാം വർഷം അനുബന്ധിച്ചാണ് ഇന്ത്യ ഈ പുസ്തകം പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇനി അടുത്തേക്ക് പോവുകയാണ്. ഏത് രാജ്യത്തുണ്ടായ ഭൂകമ്പ ബാധയിൽ സഹായം എത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ? അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മ ഇന്ത്യയുടെ ഒരു സഹായ സിസ്റ്റം അല്ലെങ്കിൽ സഹായം എത്തിക്കുന്ന ഇന്ത്യ നടത്തിയ ദൗത്യമാണ്. ഏത് രാജ്യത്തിന്റെ ഭൂകമ്പം ബന്ധപ്പെട്ടതാണ്? അതെ, മ്യാൻമാറുമായി ബന്ധപ്പെട്ട അല്ലെ. മ്യാൻമാർ രാജ്യത്തിന്റെ ഭൂകമ്പം ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇത്രയും കിട്ടിയോ? അടുത്ത നോക്കാം. 2024 ജനുവരിയിൽ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത അടൽ സേതുവിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ 2024 ജനുവരിയിലാണ് മുംബൈയിൽ എന്ത് ഉദ്ഘാടനം ചെയ്ത? അടൽ സേതു ഉദ്ഘാടനം ചെയ്ത. ഈ അടൽ സേതുവിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. 2024 ജനുവരിയിലാണ് മുംബൈയിലാണ് അടൽ സേതു ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം.
മനസ്സിലാവും. ഇതിൽ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. അടുത്ത ചോദ്യം നോക്കാം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് അല്ലെ. ഈ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം എന്താണ്? ജപ്പാനാണ്. അപ്പൊ മനസ്സിലാക്കാം, തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് ആണ്. ഇത് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ കേട്ടോ. അടുത്ത് നോക്കാം. റഷ്യക്കാരനെ ഒലേഗ് കൊനാനെങ്കോ 2004 ഫെബ്രുവരി സ്ഥാപിച്ച റെക്കോർഡ് ഏതാണ്? അപ്പൊ റഷ്യക്കാരനാണ് ഒലേഗ് കൊനാനെങ്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 2004 ഫെബ്രുവരി ഒരു റെക്കോർഡ് സ്ഥാപിച്ചു. ഏതാണ് റെക്കോർഡ്? അതെ, ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചിലവിട്ട വ്യക്തി എന്ന റെക്കോർഡാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, എന്താണ്? ഒലേഗ് കൊനാനെങ്കോ എന്ന് പറയുന്ന വ്യക്തി റഷ്യക്കാരനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട റെക്കോർഡ് എന്താണ്? 2024 ഫെബ്രുവരിയിൽ അദ്ദേഹം റെക്കോർഡ് സ്ഥാപിച്ചത് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഒലേഗ് കൊനാനെങ്കോ റഷ്യക്കാരനാണ്. 2024 ഫെബ്രുവരിയിലാണ് റെക്കോർഡ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അപ്പൊ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് സ്ഥാപിച്ച അല്ലെങ്കിൽ പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതെ, ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. ഉത്തരാഖണ്ഡ്. അത് പാസാക്കിയ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അല്ലെ, മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? അപ്പൊ ചോദ്യം എന്താണ്? സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അപ്പൊ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അത് പാസാക്കിയ മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമി എന്ന ഉത്തരാഖണ്ഡിലെ എന്താണ് മുഖ്യമന്ത്രിയാണ് ഏകീകൃത സിവിൽ കോഡ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി. മനസ്സിലായോ? അപ്പൊ അത്രയും കാര്യം മനസ്സിലാക്കുക. അടുത്ത് നോക്കാം. ഏത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനാണ് 2024-25 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ജൻമൻ യോജന? അപ്പൊ PM ജൻമൻ യോജന ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 2024-25 ബഡ്ജറ്റിലാണ് ഈ PM ജൻമൻ യോജന പദ്ധതി പ്രഖ്യാപിച്ചത്. 2024-25 ബഡ്ജറ്റിലാണ്. ഇത് ഏത് ജനവിഭാഗത്തിന് ഉന്നമനം ബന്ധപ്പെട്ട പദ്ധതിയാണ്? PM ജൻമൻ യോജന എന്ന് പറയുന്നത്. PM ജൻമൻ യോജന എന്ന് പറയുന്നത് ഏത് വിഭാഗമാണ്? ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട അവരുടെ ഉന്നമനവും ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പം 2024-25 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് PM ജൻമൻ യോജന. അത് ഏത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്? ഗോത്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് കേട്ടോ. അടുത്ത നോക്കാം. ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരെന്താണ്? എന്താണ് ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര്? കർത്തവ്യ പഥാണ്. കർത്തവ്യ പഥാണ് ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര്. അടുത്ത നോക്കാം. 2024 ഭാരതരത്നം ലഭിച്ച ആർക്കൊക്കെയാണ്? അപ്പൊ 2024 ഭാരതരത്നം ലഭിച്ചത് ആർക്കൊക്കെയാണ്? PV നരസിംഹറാവു, LK അദ്വാനി, അതുപോലെ കർപ്പൂരി ഠാക്കൂർ, MS സ്വാമിനാഥൻ, ചൗധരി ചരൺ സിംഗ് മുതലായവർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. മനസ്സിലാക്കുക. PV നരസിംഹറാവു, LK അദ്വാനി, ചൗധരി ചരൺ സിംഗ്, അതുപോലെ തന്നെ MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ. ഇതില് LK അദ്വാനിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും മരണാന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം ലഭിക്കുകയുണ്ടായത്. അപ്പം LK അദ്വാനി, PV നരസിംഹറാവു, കർപ്പൂരി ഠാക്കൂർ, ചൗധരി ചരൺ സിംഗ്, അതുപോലെ ആരാണ്? MS സ്വാമിനാഥൻ. ഇവർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. ഇതിൽ LK അദ്വാനി ഒഴികെ എല്ലാവർക്കും മരണാന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം ലഭിച്ചത്. മനസ്സിലായോ? അടുത്ത നോക്കാം. തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച സിനിമ താരമാരാണ്? തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി രൂപീകരിച്ച സിനിമാ താരമാരാണ്? വിജയാണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കാം. അപ്പൊ ഒന്നും കൂടെ നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. മനസ്സിലാക്കിയത് ഏത് രാജ്യത്തിന്റെ ഭൂകമ്പബാധയ്ക്ക് സഹായമായാണ് ഇന്ത്യ നടത്തിയ ദൗത്യത്തെ തന്നെ ഓപ്പറേഷൻ ബ്രഹ്മ? അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ഇന്ത്യയുടെ ഒരു സഹായ ദൗത്യമാണ്. മ്യാൻമാറിലെ ഭൂകമ്പബാധ പ്രദേശം ഇന്ത്യ നടത്തിയ സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നോക്കാം. 2024 ജനുവരി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് അടൽ സേതു. അടൽ സേതുവിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം എന്നാണ് അടൽ സേതുവിന്റെ പ്രത്യേകത. അടുത്ത നോക്കാം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ഏതാണ്? ലിഗ്നോസാറ്റ്. ഇത് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ് കേട്ടോ. ഇനി റഷ്യക്കാരനായ ഒലേഗ് കൊനാനെങ്കോ 2004 ഫെബ്രുവരി ഒരു റെക്കോർഡ് സ്ഥാപിച്ചു. ഏതാണ് റെക്കോർഡ്? ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ട വ്യക്തി എന്ന റെക്കോർഡാണ് കേട്ടോ. അടുത്തത് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ഉത്തരാഖണ്ഡ് ആണ്. പാസാക്കിയ സംസ്ഥാന മുഖ്യമന്ത്രി ആരാണ്? ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമിയാണ് ആ സംസ്ഥാന മുഖ്യമന്ത്രി. ഇനി ഏത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനാണ് 2024-25 ബഡ്ജറ്റില് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു? അതാണ് PM ജൻമൻ യോജന. അപ്പൊ PM ജൻമൻ യോജന 2024-25 ബഡ്ജറ്റ് വേളയിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏത് വിഭാഗത്തിന്, ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനാണ്? ഗോത്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനാണ് കേട്ടോ. അടുത്തത്, ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരെന്താണ്? ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരേതാണ്? കർത്തവ്യപഥ്. അടുത്ത നോക്കാം, 2024 ഭാരത് ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2024 ഭാരത് ലഭിച്ചത് ആരൊക്കെയാണ്? PV നരസിംഹറാവു, LK അദ്വാനി, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, അതുപോലെ ആരാണ്? MS സ്വാമിനാഥൻ. ഇതില് മനസ്സിലാക്കേണ്ടത് LK അദ്വാനി ഒഴികെ മറ്റുള്ള എല്ലാവർക്കും മരണാന്തര ബഹുമതിയായിട്ടാണ് ഭാരതിന് ലഭിച്ചത്. അടുത്ത, തമിഴക വെട്രി കഴകം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട സിനിമാ നടൻ ആരാണ്? സിനിമ ചലച്ചിത്ര നടൻ ആരാണ്? വിജയാണ് കേട്ടോ. അടുത്തത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും നിങ്ങൾക്ക് സെറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും ഇതിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കി പോവാം. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു ക്ലാസ്സിന്റെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം യു. താങ്ക് യു.